നമസ്കാരം. ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആഗ്രഹവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നതും മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈ തന്നിരിക്കുന്നതായ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ആദ്യത്തേതായ നമ്പർ 2 ആണ്. രണ്ടാമത്തെ നമ്പർ 7 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ചില ശുഭ പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട്. ആഗ്രഹങ്ങൾ നടക്കും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. ആ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അതിനായുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ അല്പം കഠിനാധ്വാനം നിങ്ങൾ ചെയ്യേണ്ടതായി വരാം. അതിലൂടെ അത്തരം കാര്യങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സഹായകരമാകുന്നു. പലരും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ഉണ്ടാകും എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഉറച്ചതായ തീരുമാനമുണ്ട് എങ്കിൽ ആ കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിയുന്നതുമാണ്. പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തിൽ സഹായിക്കാൻ ഒരു വ്യക്തി വരികയും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ആഗ്രഹ സാഫല്യത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതാകുന്നു. ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യത തന്മൂലം വർദ്ധിക്കുകയും അത് നിങ്ങൾക്ക് വളരെയധികം ശുഭ പ്രതീക്ഷ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശത്ത് പോലും പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായി തീരാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ അതിൽ ഒരിക്കലും മതിമറക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന കാര്യമായി മാറും. സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിക്കുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിൽ അത് പ്രതിഫലിക്കുവാൻ, ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അത് പ്രതിഫലിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പലപ്പോഴും ചിന്താഗതി നിങ്ങൾക്ക് മാറ്റേണ്ടത് അനിവാര്യമായി വരാം. എന്നാൽ പലപ്പോഴും അത് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ചിന്താഗതി മാറുകയും ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നതാകുന്നു. വാഹനം നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിശ്വസിക്കാൻ കഴിയുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുകയോ ജീവിതത്തിലേക്ക് കടന്നു വരികയോ ചെയ്യാം. അല്ലെങ്കിൽ ഒപ്പമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പ്രതിസന്ധികൾ പെട്ടെന്ന് മാറുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രതിസന്ധികൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാക്കുന്നു. സന്തോഷകരമായ തന്നെ ചില നിമിഷങ്ങൾ, പ്രത്യേകിച്ചും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷകരമായ ഒരു കുടുംബജീവിതം തന്നെ ലഭിക്കുകയോ അല്ലെങ്കിൽ അത് നിലനിർത്തുവാൻ സാധിക്കുകയോ ചെയ്യാം. സൗഹൃദങ്ങൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ജീവിതത്തിലേക്ക് കടന്നു വരികയോ ചെയ്യാം. ഏത് കാര്യത്തിലും മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെ വന്നു ചേരും.
ദീർഘനാളത്തെ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ സഫലമാകാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കുക. ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ താൽക്കാലികമായ മോചനമാണ് എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രണ്ടാമത്തെ നമ്പറായ 7 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വളരെയധികം കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരുടെ നിയന്ത്രണം നിങ്ങളുടെ മേലുണ്ട്. അതിനാൽ തന്നെ പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അത് നിങ്ങളുടെ ആഗ്രഹ സാഫല്യമായി മാറുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. മറ്റുള്ളവരുടെ നിയന്ത്രണത്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞ് അത്തരം ആഗ്രഹങ്ങൾ നടക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യം ഉണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അല്പം കൂടി വിജയങ്ങൾ നേടുവാൻ ആഗ്രഹ സാഫല്യത്തിനുള്ള സാധ്യതകൾ കൂടുതൽ തുറക്കപ്പെടും എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവരെക്കാൾ കഴിവ് നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. കർമ്മരംഗത്ത് ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ നിങ്ങൾ ആത്മപരിശോധന നടത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമായ സമയമാകുന്നു. ആത്മവിശ്വാസം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിന് വലിയ വില നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കുടുംബത്തിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. നീതിയിൽ വളരെയധികം വിശ്വസിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. ജീവിത മൂല്യങ്ങൾ നിങ്ങൾക്കുണ്ട്. നന്മ വിശ്വസിക്കുകയും മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. മറ്റുള്ളവർ ഇഷ്ടപ്പെട്ട സ്വഭാവ രീതിയാണ് നിങ്ങൾക്കുള്ളത്. അതിനാൽ പലപ്പോഴും മറ്റുള്ളവർ വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും പല പ്രശ്നങ്ങളാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകാം. ചില ബന്ധങ്ങളിൽ വിള്ളൽ വീണു എന്ന് വരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ആഗ്രഹം നടക്കുവാനുള്ള തടസ്സങ്ങൾ അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിഷമം വിചാരിച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമില്ല. ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നടക്കും. നന്മയുള്ള മനസ്സാണ് നിങ്ങളുടേത്. പക്ഷെ പലരും അത് തിരിച്ചറിയണം എന്നില്ല. നിങ്ങൾക്ക് പലപ്പോഴും ആഗ്രഹങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പലവിധ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാകുന്നു. എന്നാൽ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്, എപ്രകാരം അത് തരണം ചെയ്യണം, ഇതേക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൃത്യമായി ഏത് കാര്യത്തെയും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും നല്ല തീരുമാനങ്ങൾ, ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ചില അവസരങ്ങളിൽ നിങ്ങൾ അതിൽ നിന്നും വഴുതി മാറി പോകുന്നതാണ്. അത് പാടുള്ളതല്ല. ശരിയായ രീതിയിൽ തന്നെ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരാധീനം ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. ബന്ധങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ പലപ്പോഴും ഉള്ളവരാണ്. അതിനാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും. കൂടാതെ കഠിനാധ്വാനത്താൽ ഫലം ലഭിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അതിനാൽ തന്നെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും തുടക്കത്തിൽ തിരിച്ചടികൾ നേരിട്ടാൽ പോലും ഭാവിയിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ തിരിച്ചടികൾ, വിഷമങ്ങൾ, ധനപരമോ അല്ലാതെയോ ഉള്ള വിഷമങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. കൂടാതെ ഈ സമയം
ചില വ്യക്തികൾ നിങ്ങളെ ചതിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.